കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. വീണ്ടും നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സന്തോഷിപ്പീൻ, ഇപ്പോഴും സന്തോഷിപ്പീൻ. നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നിൽക്കുന്നത്. വി ആർ ഇൻ ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗോഡ്, ഡെസ്റ്റിനി. കഴിഞ്ഞ ദിവസം ഞാൻ ഡെസ്റ്റിനിയെക്കുറിച്ച് പറഞ്ഞു. ഡെസ്റ്റിനി, പർപ്പസ് ആൻഡ് പ്ലാൻ. നമ്മുടെ ഡെസ്റ്റിനി ക്ലിയറാണ്. നമ്മളെല്ലാവരും കാലസമാപ്തിയിൽ ഒരിക്കൽ എല്ലാവരും ക്രിസ്തുവിന് മുമ്പിൽ നിൽക്കും. അത് എല്ലാവരും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും. ചിലർ പറയും ഞങ്ങൾ അതല്ല ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ചിലർ പറയും ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നോ പ്രോബ്ലം. പക്ഷേ ദ ട്രൂത്ത് റിമെയിൻസ് ദ ട്രൂത്ത് ആൻഡ് ഐ ഹാവ് എ പ്രൂഫ് ആൻഡ് ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുകയാണ്, സാക്ഷികളുടെ ഇത്രയും വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുക. അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനാണ് നിന്നത്. അവരെ കണ്ടുകൊണ്ട് നടക്കാനല്ല. നമ്മുടെ മുമ്പിൽ ഓട്ടം തികച്ചവൻ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിച്ചവനുമായ ക്രിസ്തുവിലേക്ക് നോക്കും എന്ന് പറഞ്ഞാൽ, ഈ ഓട്ടം തികച്ച് ഡെസ്റ്റിനിയിൽ എത്തിച്ച് ഒരൊറ്റയാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-20. ദിസ് ഹോപ്പ് we have an anchor of our soul, both sure and steadfast, and which enters into the presence behind the veil, where the forerunner, എൻ്റെ മുമ്പിൽ ഓടി ഓട്ടം തികച്ച ഒരാൾ ഡെസ്റ്റിനി പൂർത്തീകരിച്ചു. എവിടെയാ? ഫോർ റണ്ണർ. അതിനാ ഫോർ റണ്ണർ എന്ന വാക്ക്. എൻ്റെ മുമ്പിൽ ഓട്ടം തികച്ചവൻ. where the forerunner has entered for us, even Jesus Christ, becoming the high priest forever according to the order of Melchizedek. Now, the hope, പ്രത്യാശ. ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുമ്പം രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഒന്ന് വിശ്വാസം, രണ്ട് പ്രത്യാശ. 1 കൊരിന്ത്യർ 13 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതിലേറ്റവും വലിയത് സ്നേഹമാണ്. വിശ്വാസം ഈ ലോകത്തെ ജയിക്കുവാൻ. ലോകത്തെ ജയിക്കുന്നതോ നമ്മുടെ വിശ്വാസം. ഓവർകം ചെയ്യുന്നത് വിശ്വാസത്താൽ. അതിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്. അതുകൊണ്ടാണ് ഗലാത്യർ 5:6 പറയുന്നത്, സ്നേഹത്തിൽ നിന്നും പരിമണിമിക്കുന്ന വിശ്വാസം. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് ഉള്ളതിൻ്റെ ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ പരാജയം വരുത്തില്ല. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, ഈ ലോകത്തിൽ എൻ്റെ ജീവിതമോ ദൈവപുത്രനിലുള്ള വിശ്വാസത്തിലാണ്. കാരണം ഹി ലവ്ഡ് മീ ആൻഡ് ഡൈഡ് ഫോർ മീ. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയ ആളാണ് യേശു. അതുകൊണ്ട് എൻ്റെ ഈ ലോകത്തിലെ ജീവിതം എന്നിൽ കണ്ണു അടച്ച് എനിക്ക് ഒരാളെ വിശ്വസിക്കാം, യേശു ക്രിസ്തുവിനെ. ആ യേശുവിൻ്റെ വാക്ക് ഞാൻ വിശ്വസിച്ച് ഞാൻ ചെയ്യും. അത് എൻ്റെ വാക്കിൽ കണ്ടിന്യൂ ചെയ്യുന്നവൻ. യേശു പറഞ്ഞു, ഹീ ഹൂ അബൈഡ്സ് ഇൻ മൈ വേർഡ് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ഈ വചനം സത്യമാ, സത്യം നമുക്ക് സ്വാതന്ത്ര്യം തരും. വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരും. ഇപ്പം ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു. 106 കിലോയാണ് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുക. തീരുമാനമൊക്കെ എടുത്തു. പക്ഷേ പിറ്റേ ദിവസം ഭക്ഷണം കാണുമ്പം വലിച്ചു വാരി തിന്നാൽ വെയിറ്റ് കുറയത്തില്ല. അത് മാത്രമല്ല, ഒരു ദിവസമല്ല, കൺസിസ്റ്റൻസ് ആയിട്ട് ഞാൻ എല്ലാ ദിവസവും എന്നോട് തന്നെ പറയണത്, നോ, ഐ എം ഗോയിങ് ടു ഡു മൈ എക്സസൈസ്, ഐ എം ഗോയിങ് ടു ഡു മൈ ഡയറ്റിംഗ്. അങ്ങനെ വരുമ്പോൾ റിസൾട്ട് കാണാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് ദൈവവചനത്തിൽ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് റിസൾട്ട് കാണുന്നത്. നോ, വിശ്വാസം ഉത്ഭവിക്കുന്നത് സ്നേഹത്തിലാണ്. കർത്താവ് എന്നെ സ്നേഹിച്ചു എന്ന് അറിയുമ്പോൾ ഐ ഹാവ് ഫെയ്ത്ത്. ലോകത്തിലെ ജയിക്കുന്ന വിശ്വാസം. ലോകത്തിൽ പല തരത്തിലും വെല്ലുവിളികൾ വന്നേക്കാം, ചലഞ്ചസ് വന്നേക്കാം, പക്ഷേ വിശ്വാസത്തിൽ ഞാനത് ജയിക്കും. അപ്പോൾ വിശ്വാസം മാത്രം മതിയോ? അല്ല, അപ്പുറത്തൊരു വാക്കുണ്ട്, പ്രത്യാശ. അതാണ് റോമൻ 5:5 പറയുന്നത്,
പ്രത്യാശയ്ക്ക് ഹോപ്പ് ഡസൻ ഡിസപ്പോയിൻറ്റ്. പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഡിസപ്പോയിൻമെൻറ്റ് വരത്തില്ല വെൻ ഐ അണ്ടർസ്റ്റാൻഡ് ദ ഹോപ്പ് ദാറ്റ് ഈസ് ബിഫോർ മീ. എന്താ ഹോപ്പ്? എൻ്റെ ആങ്കർ ഓഫ് മൈ സോൾ ഹാസ് ഓൾറെഡി റീച്ച്ഡ് ബിഹൈൻഡ് ദ വെയിൽ where my forerunner Jesus has accomplished his destiny, showed me what the destiny is. എൻ്റെ മുമ്പിൽ ഓടി എൻ്റെ ഓട്ടത്തിൻ്റെ ട്രാക്ക് റെഡിയാക്കി തിരശ്ശീലയുടെ പിന്നിൽ എൻ്റെ ഈ ആത്മാവിൻ്റെ നങ്കൂരവുമായി ഓരോ ദിവസവും എന്നെ ആ പടകനെ ഹീസ് പുള്ളിങ് മീ ടുവേർഡ്സ് ദ ഡെസ്റ്റിനി. ഒരു കാന്തം, ഒരു മാഗ്നറ്റ് അയണിനെ അട്രാക്റ്റ് ചെയ്യുന്നത് പോലെ ഐ എം ബീങ് അട്രാക്റ്റഡ് ടു മൈ ഡെസ്റ്റിനി വിച്ച് ഈസ് ബിഹൈൻഡ് ദ വെയിൽ വെർ ഐ വിൽ ബി വിത്ത് ജീസസ് ഫോർ എവർ. ആൻഡ് ദാറ്റ് ഇസ് മൈ ഹോപ്പ്. അതും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ വരുമ്പോൾ. അതാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതിലേറ്റവും വലുത് സ്നേഹമാണ്. നൗ ആ ഡെസ്റ്റിനിയിലേക്ക് എന്നെ ദൈവം ഇന്നല്ല കണ്ടത്, ലോകസ്ഥാപനത്തിന് മുമ്പേ. 3 വാക്ക് മറക്കരുത്: ഡെസ്റ്റിനി, പർപ്പസ്, പ്ലാൻ. ലോകസ്ഥാപനത്തിന് മുമ്പേ. അതാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാമത്തെ അധ്യായം. Blessed be God the Father of our Lord Jesus Christ, who blessed us with every spiritual blessing in heavenly places. സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചു. This was a destiny that was pre-planned. ഇത് പ്ലാൻഡ് ആയിരുന്നു. അനുഗ്രഹം മുഴുവൻ റെഡിയാക്കി. എന്നിട്ട് പറയാം, just as he chose us in him before the foundation of the world, that we should be holy and without blame before him in love. വിശുദ്ധിയിലും സ്നേഹത്തിലും നിഷ്കളങ്കമായിരിക്കണം നമ്മുടെ സ്നേഹം യേശുവിനോട്. ആയതിനാൽ നമ്മളെ തെരഞ്ഞെടുത്തു. എപ്പോഴാണ്? ലോകസ്ഥാപനത്തിൻ്റെ മുമ്പേ. നൗ ലുക്ക്, പർപ്പസ് എന്ന് പറയുന്ന എൻ്റെ പർപ്പസ് ഇന്ന് തുടങ്ങിയ പർപ്പസ് അല്ല. ലോകസ്ഥാപനത്തിൻ്റെ മുമ്പേ ഇന്ന ദിവസം ഇന്ന കുടുംബത്തിൽ ഞാൻ ജനിക്കണം, ഇന്ന സാഹചര്യത്തിലായിരിക്കണം ഞാൻ വളരുന്നത്. പക്ഷേ എൻ്റെ ഈ ട്രാക്ക് പ്ലാനിൽ പർപ്പസ് എന്തിനാ? അതാണ് 12 എഴുതിയിരിക്കുന്നത്. ദാറ്റ് വി മേ ബി ഫസ്റ്റ് as we who first trusted in Christ should be the praise of his glory. അവൻ്റെ മഹത്വത്തിനായി ഒരു പ്ലാൻ റെഡിയാക്കി. ഡെസ്റ്റിനി എന്താ? നമ്മൾ ലോകസ്ഥാപനത്തിന് മുമ്പേ വന്ന പിതാവിൽ നിന്നും വന്നു, പിതാവിലേക്ക് വന്നു. എൻട്രൻസും എക്സിറ്റും പിതാവിൽ നിന്നും വന്നു, പിതാവിലേക്ക് പോകുന്നു. നൗ ഒരു ആക്സിഡൻ്റ് അല്ല ഇത്. നമ്മൾ ചിലർ അബദ്ധവശാൽ ഗർഭിണിയായി അവർ അനാഥരാന്ന് നമ്മൾ പറയുമ്പം ഇറ്റ്സ് നോട്ട് ആൻ ആക്സിഡൻറ്റ്. ബിലീവ് മീ, ഇറ്റ്സ് നോട്ട് ആൻ ആക്സിഡൻറ്റ്, നോട്ട് എ കോഇൻസിഡൻസ്. ലോകത്തിൽ ആരും അനാഥരായി ജനിക്കുന്നില്ല. ഒരു കുഞ്ഞു പോലും അനാഥനായി ജനിക്കുന്നില്ല. നമ്മൾ ആ ലേബലിട്ട് അവരെ കുഞ്ഞെന്നും അനാഥെന്നും ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുന്ന മാസ്റ്റർ പ്ലാനിൽ നിൽക്കുന്നവരാണ്. പക്ഷേ നോക്കിവിടെ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുത്തിട്ടാണോ അനുഗ്രഹിച്ചത്, അതോ അനുഗ്രഹിച്ചിട്ടാണോ തിരഞ്ഞെടുത്തത്? ഇവിടെ വചനം എഴുതുന്നത് സകല അനുഗ്രഹത്താലും അനുഗ്രഹിച്ചു, പിന്നീട് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ എൻ്റെ അന്ത്യം വരെ എനിക്ക് വേണ്ടിയ മുഴുവൻ കാര്യവും അബണ്ടൻ്റായിട്ട് എനിക്ക് വേണ്ടി കരുതിയിട്ടാണ് എൻ്റെ ജനനം. വീണ്ടും ജന്മമല്ല, ജനനം തന്നെ. ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന ലോകത്തിലെ വൺ ഓഫ് ദി റിച്ചസ്റ്റ് മാൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഇറ്റ് ഈസ് നോട്ട് യുവർ ഫോൾട്ട് ദാറ്റ് യു ആർ ബോൺ പൂവർ, ബട്ട് ഇഫ് യു റിമെയിൻ പൂവർ ഇറ്റ്സ് യുവർ ഫോൾട്ട്. ജനിച്ചത് ദാരിദ്ര്യത്തിലാണെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷേ ദാരിദ്ര്യത്തിൽ തന്നെ കഴിയുകയാണെങ്കിൽ അത് നിങ്ങളുടെ കുറ്റം തന്നെയാണ്. നൗ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്, ട്രാക്കും തന്നിട്ടുണ്ട്.
ഈ ട്രാക്കിൽ ഓടാൻ, ഈ ട്രാക്കിലാണ് ഞാൻ ഓടുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. എൻ്റെ ദൗത്യം തിരിച്ചറിയുന്ന പർപ്പസിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. ആ ദിവസമാണ് സേവ്ഡ്, സാൽവേഷൻ. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നു. ഓ, ഞാനിവിടെ ഭൂമിയിൽ ചുമ്മാതെയല്ല വന്നേ, പർപ്പസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ദിവസമാണ് സാൽവേഷൻ. പക്ഷേ ഈ കോളിംഗ് ഇന്നും ഇന്നലെയുമല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ മൂത്തയാൾ റോണക് ജനിക്കുന്നതിന് മുമ്പേ ഞാനും അനിയും കൂടെ ഇരുന്ന് സംസാരിച്ചു. ആ കുഞ്ഞിന് ജീവിതത്തിൽ വേണ്ടിയ സാമ്പത്തികമായിട്ടുള്ള ആവശ്യം 10 ലക്ഷം രൂപയാണ്. ഞങ്ങളിരുന്ന് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്തു. പാൽപ്പൊടി വാങ്ങിക്കണം, സ്കൂൾ വിദ്യാഭ്യാസം, അതെല്ലാം കൂടെ 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടാണ് ഈ കുഞ്ഞിനെ ജനിപ്പിച്ചത്. ഈ കുഞ്ഞ് ശിശുവായിരിക്കുമ്പം വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. 1-ാം ക്ലാസ്സിൽ പഠിച്ചു, 2-ാം ക്ലാസ്സിൽ, 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ചിലപ്പം തൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ടായിരിക്കും എൻ്റെ ഭാവി എന്തായിത്തീരും. അവനറിയാത്തൊരു സത്യമുണ്ട്. അവൻ ജനിക്കുന്ന മുമ്പേ ഞാനും അനിയും പ്ലാൻ ചെയ്ത് അവന് വേണ്ടിയത് മുഴുവൻ ഫിക്സഡ് ഇട്ടിട്ടാണ് അവനെ ജനിപ്പിച്ചത്. ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ, താങ്ക്സ് ബി ടു ഗോഡ് അവർ ഫാദർ who blessed us with all the spiritual blessing. എന്നിട്ട് who called us before the foundation of the world that we may love him. എന്തിനാ? തന്നെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ മാത്രമേ, എങ്ങനത്തെ സ്നേഹമായിരിക്കണം? വിശുദ്ധവും നിഷ്കളങ്കവും, ഹോളി ആൻഡ് ബ്ലെയിംലെസ് ലവ്. ഈ മലയാളം ട്രാൻസ്ലേഷനകത്ത് നമ്മൾ വിശുദ്ധിയിലും നിഷ്കളങ്കരായിത്തീരണമെന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ എഫേർട്ട്, നമ്മുടെ ജീവിതം വിശുദ്ധിയിലും ബ്ലെയിംലെസ് ആയിരിക്കണം. അതല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ദാറ്റ് വി ഷുഡ് ബി ഹോളി ആൻഡ് വിത്തൗട്ട് ബ്ലെയിം ബിഫോർ ഹിം ഇൻ ലവ്. സ്നേഹത്തിൽ. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം വിശുദ്ധമായിരിക്കണം. വിശുദ്ധം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് ആയിരിക്കണം. വിശുദ്ധിയുടെ അർത്ഥം തന്നെ സെപ്പറേറ്റഡ്. ഉദാഹരണം, ഒരു ഭാര്യ തൻ്റെ സ്വന്തം ഭർത്താവിന് കൊടുക്കുന്ന സ്നേഹം കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കത്തില്ല. അത് സെപ്പറേറ്റഡാണ്. ഭാര്യ തൻ്റെ സ്വന്തം ഭർത്താവിന് കൊടുക്കുന്ന സ്നേഹം സെപ്പറേറ്റാണ്. ഒരമ്മ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം അയലോക്കത്തെ കുഞ്ഞിന് കൊടുക്കത്തില്ല. സെപ്പറേറ്റാണ്, ഹോളിയാണ്. 2 ബ്ലെയിംലെസ്, ബ്ലെയിം ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചല്ല, എനിക്ക് എൻ്റെ പർപ്പസും എൻ്റെ ഡെസ്റ്റിനി മനസ്സിലായി കഴിഞ്ഞ സ്നേഹത്തിൽ കർത്താവേ. അതാ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് കിട്ടാനല്ല, അങ്ങോട്ട് കൊടുക്കുന്ന നിലയിൽ ഇനിയും എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കർത്താവേ എന്നുള്ള മനസ്ഥിതി വരും. അതുകൊണ്ടാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, അതായത് ഞാൻ ഈ ഹോളിയും ബ്ലെയിംലെസ്സും കർത്താവിനെ സ്നേഹിക്കുമ്പം എനിക്ക് പിടികിട്ടുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ല. വാട്ട് ഗോഡ് ഹാസ് പ്രിപ്പയർഡ്. നൗ ഹൗ വാസ് ഇറ്റ് പ്രിപ്പയർഡ്? ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിലും നിരൂപിക്കാൻ മേല. പക്ഷേ പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ എപ്പോഴാണ് അത് തുടങ്ങിയത്? യേശു എൻ്റെ കർത്താവാന്ന് ഞാൻ പറഞ്ഞ ദിവസം. ദാറ്റ് ഈസ് ദ മോമെൻറ്റ് ഐ റിയലൈസ്ഡ്, ഓ, ഐ എം ഇൻ എ പർപ്പസ് ആൻഡ് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ മീ ബട്ട് ഐ ഹാസ് നോട്ട് സീൻ, ഓർ her ear has not heard, or heart cannot perceive. അത്രയും മഹത്വമേറിയ ഒരു കരുതലാണ് എൻ്റെ അപ്പൻ എനിക്ക് ചെയ്തിരിക്കുന്നത്. അതും ദൈവവചനം പറയാണ്, ഹി ന്യൂ ദ എൻഡ് ബിഫോർ ഇറ്റ് ബിഗാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം അവസാനിക്കുന്ന മുമ്പേ ആ പാതയിലൂടെ നടന്ന ശേഷമാണ് എന്നെ ജനിപ്പിച്ചിട്ട് പറഞ്ഞ് ഇതായിരിക്കും എൻ്റെ ട്രാക്ക്. ഈ ട്രാക്കിൽ നീ നടക്കുമ്പോൾ ഇന്ന ആൾ വരും, പരിചയപ്പെടും, ദാറ്റ് വിൽ ചേഞ്ച് ദ കോഴ്സ് ഓഫ് യുവർ ലൈഫ്. ആളെ ഞാൻ പരിചയപ്പെടുത്തും, ഇന്ന ഇൻസിഡൻറ്റ് ഉണ്ടാകും. ഇതൊക്കെ പ്ലാൻ ആൻഡ് പർപ്പസിലാണ്. ബട്ട് ഇതെന്തിനു വേണ്ടിയാണ്? തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക്. എൻ്റെ ഈ യാത്രയിൽ മറ്റുള്ളവർ ഈ പർപ്പസ് കാണുമ്പോൾ അവർ പറയും, ഈ രക്ഷകനെ എനിക്കും വേണം. സ്നേഹം കാണുമ്പോൾ. എന്നിട്ട് പറയാണ്, ബീങ് പ്രീഡെസ്റ്റിൻഡ്
വീണ്ടും പ്രീ ഡെസ്റ്റിൻഡ് പ്രീ ഓർഡൈൻഡ് us to be adopted as sons by Jesus Christ himself according to the good pleasure of his will. ക്രിസ്തു മുഖാന്തരം ദത്തെടുക്കേണ്ടതിന് നമ്മളിതെല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു എൻ്റെ രക്ഷ. അതാ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ജനിക്കുന്ന മുമ്പേ തന്നെ റെബേക്കയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, while they are still in the womb of Rebecca, God says, I hate Esau, love Jacob. ഇതെന്നാ കളിയാ? അതാ കളി. ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. അവൻ്റെ കരുണയാ നമ്മളെ വെസൽസ് ഓഫ് ഓണറായി വിളിച്ചിരിക്കുന്നത്. ദാറ്റ് വി ആർ മാനപാത്രങ്ങളായി വിളിച്ചിരിക്കുന്നത്. ചോരുണ്ടെങ്കിലല്ലേ കലാകാരന് എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ നല്ല ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ ആർട്ട് കാണണമെങ്കിൽ ഒരു ക്യാൻവസ് വേണം. എൻ്റെ ഒറ്റ അടി ഇടിച്ചാൽ അവൻ താഴെ വീഴും പറഞ്ഞാൽ പോരാ, കാണണം. അതിൻ്റെ ഒരു ഡിസ്പ്ലേ വേണം. ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ഫറോഹൻ അതിനുവേണ്ടി ഡിസ്പ്ലേ ആയിട്ട് ജനിച്ചത് ദൈവത്തിൻ്റെ കോപം എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ കോപത്തിൻ്റെ പാത്രങ്ങളല്ല, അവൻ്റെ കരുണയുടെ പാത്രങ്ങളാണ്. കുപ്പയിൽ കിടന്ന് നമ്മളെ ഉയർത്തി രാജാക്കന്മാരുടെ കൂടെ ഇരുത്തുന്നതാണ് അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ച. ഇത് ആർക്കൊക്കെയാണ്? എല്ലാവർക്കും, ഈ ട്രാക്കിൽ ഓടുന്ന എല്ലാവർക്കും സെയിമാ. ദൈവത്തിന് മുഖപക്ഷമില്ല. പക്ഷെ ചിലർക്ക് എന്താ ഈ സംഭവിക്കുന്നത് ദേ ഗോ ഓഫ് ദ ട്രാക്ക്. നൗ റോനക് ജനിക്കുന്ന മുമ്പേ അവന് വേണ്ടിയത് മുഴുവൻ ഞാൻ കരുതിയിട്ട് ജനിപ്പിച്ചത്. പക്ഷേ ജനനത്തിന് ശേഷം കോളേജിൽ പോകുന്നതിൻ്റെ പകരം തിയേറ്ററിൽ പോയിരുന്നാലോ? അവൻ്റെ വിദ്യാഭ്യാസം അവൻ കുഴപ്പിച്ചാലോ? ഐ എം നോട്ട് റെസ്പോൺസിബിൾ. സോ God is not responsible if I don't walk in his ways. അവൻ്റെ വഴി ഏതാ? ഇതാ ദൈവവചനം. അതുകൊണ്ട് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത്, നമ്മൾ യെശയ്യാ പ്രവചനം 55 അധ്യായം, യെശയ്യാ 55:8-9, My thoughts are not your thoughts, nor are your ways my ways. ഞാൻ ഒരുക്കിയ വേ ഓർ പാത്ത് ഓർ പ്ലാൻ ഇറ്റ്സ് നോട്ട് വാട്ട് യു തിങ്ക്. മൈ പ്ലാൻ ഈസ് വെരി ഹൈ. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ സെൽഫ്. എന്നെക്കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ പ്ലാൻ അതാ ഒരു യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ ആകുമല്ല. യു അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ് ഓൺ ദിസ് എർത്ത് ടു ഹിസ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച ഹല്ലേലൂയ പറഞ്ഞ് നടക്കാനല്ല. ഇറ്റ് ഈസ് ടു ഡിസ്പ്ലേ ദാറ്റ് ഓർഡിനറി ക്യാൻ ബിക്കം എക്സ്ട്രാ ഓർഡിനറി. മൈ വേസ് ആർ നോട്ട് യുവർ വേസ്. നീ ചെറിയ പ്ലാനിലാണ് നടക്കുന്നത്. എൻ്റെ പ്ലാൻ നോക്ക്, കണ്ണൊന്ന് തുറന്നേ, എൻ്റെ കൂടെ ഒന്ന് നടന്നേ. ആൻഡ് ദെൻ ഹി സേസ്, For as the heavens are higher than the earth, so are my ways higher than your ways. My thought is higher than yours. എൻ്റെ വിചാരം, എൻ്റെ വഴി ഭയങ്കര വലുപ്പമാണ്. സ്വർഗവും ആകാശവും ഭൂമിയും അത്രയും ഡിഫറൻസാണ്. എന്നിട്ട് പറയാണ്, ഹൗ ക്യാൻ ഐ നോ ഹിസ് വേ? ആസ് ദ റെയിൻ ഫോൾസ് ഡൗൺ ഫ്രം ഹെവൻ ആൻഡ് ഡസ് നോട്ട് റിട്ടേൺ, ബട്ട് വാട്ടേഴ്സ് ദി എർത്ത് and makes it bring forth bud, that it may give seed to the sower and bread to eat. Now, അതിന് ഉപമയായിട്ട് ലൈക്ക് ദ റെയിൻ, മഴ ആകാശത്തു നിന്ന് വീണ് ഭൂമിയെ നനച്ച്, രണ്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ലെവലാണ്. ഒന്ന് സ്വർഗം, ഒന്ന് ഭൂമി. ആകാശത്തുനിന്ന് മഴ പെയ്ത് ഭൂമിയെ നനയ്ക്കുന്നത് പോലെ നനച്ച് രണ്ട് കാര്യം ഉൽപ്പാദിപ്പിക്കുക, സീഡ് ആൻഡ് ബ്രെഡ്. കഴിക്കാനും വിതയ്ക്കാനും ഉണ്ടാകുന്നത് പോലെ. അപ്പം എന്തോ പറയാൻ പോവുക, ഈ വഴിയിൽ നടക്കാൻ, പ്രോസ്പറസ് ആകാൻ വിത്തും കഴിക്കാനുള്ളത് മുഴുവൻ റെഡിയാ. ഹൗ? സോ ഷാൽ മൈ വേർഡ് that goes from my mouth, it shall not return void, but it shall accomplish what I please, and it shall prosper in things which I have sent it for. Now നോക്ക്, ഈ വഴിയിൽ
അതാ യേശു പറഞ്ഞത്, എൻ്റെ വാക്ക് കേട്ട് ചെയ്യുന്നവൻ, ദോസ് ഹു വാക്ക് ഇൻ മൈ വേർഡ്, വാട്ട് വിൽ ഹാപ്പൻ? ദേ വിൽ പ്രോസ്പർ. They will be in a position where they have never ever imagined. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ നിരൂപിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരു പദ്ധതിയാണ് ദൈവം നിങ്ങൾക്കും എനിക്കും വേണ്ടി വെച്ചിരിക്കുന്നത്. ആ ട്രാക്കിൽ നടക്കാൻ, ആ ട്രാക്കിൽ നടക്കുമ്പോൾ. അതുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനം പറയുന്നത് സ്നേഹം, ലവ്. ഞാൻ വേറൊരാളോട് പിണങ്ങിയിരിക്കുമ്പോൾ, what is happening? I am moving out of that track. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ്, ഓർത്ത് നോക്കിക്കുക, പരിശുദ്ധാത്മാവ് ബൈബിളിൽ ഓരോ വാക്കും രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെതായ അർത്ഥം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 13 അധ്യായം അതിൻ്റെ 11 വാക്യത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്കാണ്, when I was a child, I spoke like a child. I thought like a child. I imagined like a child. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു, ഈ സ്നേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്തിനാ കുഞ്ഞുങ്ങളുടെ കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അതേസമയത്ത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായത്തിൽ ഒരു ശിശു സകലത്തിനും അവകാശിയായിരിക്കെ അവൻ ദാസനേക്കാളും ഒട്ടും വിലപ്പെട്ടതല്ല. ഗലാത്യർ 4 ഇതുകൊണ്ട് ഫിറ്റ് ചെയ്യായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിരുന്നു. ബട്ട് വൈ ഇൻ 1 Corinthians 13? അതിൻ്റെ കാരണം സ്നേഹമാണ്, മച്യൂരിറ്റി. എനിക്ക് മറ്റുള്ളവരുടെ കുറ്റം കണ്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാക്കിൽ ഓടുമ്പോൾ മറ്റവനെ തട്ടി താഴെയിട്ട് ഓടുന്ന കോമ്പറ്റിറ്റീവ്നെസ്, അതല്ല. ലുക്കിംഗ് ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ് ഇസ് പെർഫെക്ഷൻ ഓഫ് ലവ്. And when I love, I can say I am maturing. I am maturing in Christ. യേശുവിലുള്ള മച്യൂരിറ്റി വരിക. ആ സ്നേഹം എന്നിൽ മച്യൂർ ആകുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ കാണും. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ അസൂയയായിരിക്കും. ഞാൻ പണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ കുഞ്ഞിലെ ഞാനും എൻ്റെ പെങ്ങളും തമ്മിൽ ഏകദേശം 11 വയസ്സിൻ്റെ വ്യത്യാസം. എൻ്റെ പെങ്ങള എന്നെ എടുത്തുകൊണ്ട് നടക്കുകയും ഭക്ഷണമൊക്കെ കഴിപ്പിച്ചുകൊണ്ടിരുന്നു കൊച്ചിലെ. സ്കൂളിൽ നിന്ന് വരുമ്പം എൻ്റെ പെങ്ങൾ സ്ഥിരം എന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങനെ ചെയ്യുമ്പം ഞാൻ ഓർക്കുന്നത് വായിക്കകത്ത് മുട്ടായിയാണ്. ഞാൻ ഉടനെ പെങ്ങളുമായിട്ട് അങ്ങ് വഴക്കുണ്ടാക്കും, എനിക്ക് ആ മുട്ടായി വേണം, എനിക്ക് മുട്ടായി വേണം. ഉടനെ കുറേ നേരം ഞാൻ കയറയും ബഹളമൊക്കെ വെക്കുമ്പം എൻ്റെ പെങ്ങൾ തുറന്ന് കളിപ്പിച്ചേ എന്ന് പറയും. പിന്നീട് കുറച്ചുകൂടെ വിവരം വെച്ചപ്പം, കുറച്ചുകൂടെ വലുതായപ്പം ഇങ്ങനെ കാണിച്ചാൽ എനിക്കറിയാം പെങ്ങൾ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിച്ചതോ ഒന്നുമല്ല, അമ്മയായിരിക്കും കൊടുത്തത്, അല്ലെങ്കിൽ ഫാദറായിരിക്കും കൊടുത്തത്. ഞാൻ വഴക്കുണ്ടാക്കാൻ പോവാതെ നേരെ എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ ഒരു അമ്മമ്മി എൻ്റെ മുട്ടായി ഇങ്ങ് തന്നേരെ. അപ്പം ശിശുവായിരിക്കുമ്പം ചിന്ത ശിശുവിനെ പോലെ, കാണുന്നവരോടൊക്കെ വഴക്കുണ്ടാക്കുക. പ്രിയമുള്ളവർ, ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയത് മുഴുവൻ ദൈവം ഒരുക്കിയിട്ടാണ് നമ്മളെ ജനിപ്പിച്ചത്. പ്ലാൻ ഇസ് ദ ട്രാക്ക് ആൻഡ് ഹൗ കൻ ഐ നോ ദ വേ? ദ വേ ഇസ് ഇൻ ദ വേർഡ്. ഹൗ കൻ ഐ നോ ദ ഡെസ്റ്റിനി? ഇറ്റ് ഈസ് ഇൻ ദ വേർഡ്. ആസ് ദ റെയിൻ, മഴ പെയ്ച്ച് തിന്മാൻ വിതയ്ക്കാൻ വിത്തും തിന്മാൻ ആഹാരവും തന്നവൻ, അതുപോലെ ആയിരിക്കും എൻ്റെ വാക്ക്. ദാറ്റ് വിൽ ബി മൈ വേർഡ് വിച്ച് വിൽ പ്രൊസീഡ് ആൻഡ് നെവർ കം ബാക്ക് വോയിഡ്. സോ എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ഹാവ് ഹോപ്പ് ഇൻ ഹിസ് റിസറക്ഷൻ. ഹാവ് ഹോപ്പ് ഇൻ ഹിസ് കമ്മിങ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന നിങ്ങളുടെ ദയക്കായി സ്തോത്രം. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാരീരികമായ അസ്വസ്ഥതകൾ പരിപൂർണമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വ്രണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങട്ടെ, അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യത്തിനായി പിതാവെ അങ്ങയുടെ കരം നീട്ടുന്നതിനാൽ നന്ദി. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ, അകാരണമായ ഭയങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. നന്മകളാൽ നിറയ്ക്കണമേ. അനുഗ്രഹിക്കുന്ന അങ്ങയുടെ ദയക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരുണയ്ക്കായി സ്തോത്രം. വീണ്ടും കാണും വരെയും ബി എക്സൈറ്റഡ് ഫോർ ജീസസ് ക്രൈസ്റ്റ്. ആമേൻ.